ഇത് മുഖത്തിടാനുള്ളത്. നമ്മൾ ഈ പെൺകുട്ടികൾ കല്യാണം കഴിയുന്നതോടെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിലും അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും കല്യാണം കഴിയുന്നതിനേക്കാളും ഒരമ്മയാകുമ്പോഴാണ് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറാൻ പോകുന്നത് അല്ലേ. അതായത് ഞാനും ഒരമ്മയായപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് കൊടുക്കുന്ന ടൈമാണെങ്കിൽ പോലും, അതുപോലെ എൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും, പ്രയോറിറ്റീസ് ആണെങ്കിൽ പോലും അതൊക്കെ മാറ്റി ഞാൻ എല്ലാം എൻ്റെ കുഞ്ഞിനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു സിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സിക്ക് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മൾ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരിക്കൽ വരുന്ന ഒരു വയ്യായികയാണ് എനിക്കും ഇന്നുള്ളത്. പീരീഡ്സ് ഡേ ആണ്. പക്ഷേ പീരീഡ്സ് ഡേ ആണ് അല്ലെങ്കിൽ സിക്ക് ഡേ ആണെന്നും പറഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. കാരണം ഞാൻ ഇന്നൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഞാനും അതിനനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. മുന്നേയൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് മുന്നേ വീട്ടിൽ ഉമ്മ വയ്യ, ഉമ്മ പീരീഡ്സ് ആവുന്ന ദിവസം ഉമ്മയുടെ പോയി പറയും ഉമ്മ വയ്യ, ഉമ്മ കഴിക്കുന്നു, പിന്നെ ഫുൾ ഡേ കിടത്തമായിരിക്കും കേട്ടോ, വേറെ ഒരു പണിയും ചെയ്യില്ല. ഉമ്മയാണെങ്കിൽ നല്ല ചൂടുള്ള ഇഞ്ചി തേയിലയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഉമ്മ പറയും ഈ തേയില കുടിച്ചാൽ മതി വയറുവേദനയൊക്കെ മാറും എന്ന് പറയും. അങ്ങനെ അതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കുടിച്ചിട്ട് വീട്ടിൽ ഫുൾ ഫുഡും കഴിച്ച് ഇങ്ങനെ കിടപ്പായിരിക്കും കേട്ടോ, ബെഡിൽ നിന്ന് എഴുന്നേൽക്ക പോലും ഇല്ല. പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നുമല്ല, നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ലേ പറ്റുള്ളൂ. എൻ്റെ കാര്യങ്ങളല്ല, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ പോലും ഇന്ന് കുറച്ച് റെസ്റ്റ് എനിക്ക് വേണം. അതോടൊപ്പം തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എനിക്ക് പണിയൊന്നും അങ്ങനെ ഇല്ലെങ്കിലും എന്തായാലും വലിയ രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ചൊന്ന് സ്കിൻ കെയറും കൂടെ ചെയ്യാം, എന്തായാലും ഞാൻ ആക്റ്റീവ് ആണല്ലോ. അങ്ങനെ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ തന്നെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എമ്രൂനുള്ളതും കൊടുത്തു. ഞാൻ ഡയറക്റ്റ് ബ്രഞ്ചിലോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു എനിക്കിന്ന് റെസ്റ്റ് വേണം, കുറച്ചെങ്കിലും എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കുക്കിംഗ് ചെയ്തില്ല. പകരം കീറ്റ എടുത്തിട്ട് കീറ്റയുടെ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റിൻ്റെ മുന്നേ തന്നെ കൊണ്ടുതരും കേട്ടോ ഡെലിവറി. അപ്പോൾ ഞാൻ MRA റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു വെജിറ്റബിൾ പുലാവും അതുപോലെ തന്നെ ഒരു മാംഗോ യോഗേർട്ട് ലസ്സിയും കൂടെ മേടിച്ചായിരുന്നു, ഒരു മാംഗോ ലസ്സി അതും കൂടെ മേടിച്ചാണ് ഇന്ന് കഴിച്ചത്. പിന്നെ വാട്ടർമെലൺ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ തിന്നൊന്നുമില്ല, കുറച്ചൊന്നോ രണ്ടോ ഭാഗമൊക്കെ എടുത്ത് കഴിച്ച്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പം പിന്നെ വരുന്ന ജോലി അറിയാലോ. കുറച്ചൊക്കെ ഞാൻ കഴിക്കുന്നതല്ല, എൻ്റെ മോന് ഞാൻ കഴിക്കാൻ കൊടുത്തിരുന്നു. അവൻ കുറച്ചൊക്കെ ഇവിടെ തറയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വാക്യൂം എടുത്ത് അങ്ങ് ക്ലീൻ ചെയ്തു. നമുക്ക് എത്രയൊക്കെ വയ്യെന്ന് പറഞ്ഞാലും ചില ജോലികൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് കുഞ്ഞുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇവനെ ഫ്രഷാക്കി ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചേ. കാരണം എമ്രു ഇനിയിപ്പോൾ ഉറങ്ങിയാലേ എനിക്കും ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ. വയറുവേദനയാണെങ്കിൽ പിന്നെ പണ്ടത്തെ പോലെ കിടക്കാനൊന്നും പറ്റൂലല്ലോ. ഇപ്പോൾ കിടക്കണമെങ്കിൽ മോൻ ഉറങ്ങുമ്പോൾ മാത്രമേ നമുക്കും ഉറങ്ങാൻ പറ്റൂ. അഥവാ അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഉറക്കം കിട്ടൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം ഒന്ന് വന്ന് വിശ്രമിക്കാം. അതിനായിട്ട് ഇവിടെ ബെഡിൽ റൂമിൽ ഇവനെയും കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കുമല്ലോ. ആ ഗ്യാപ്പിൽ ഞാൻ ഹോട്ട് ബാഗ് വെച്ചിട്ടുണ്ടേ. എവിടെ പോവാൻ വിളിക്കുന്ന ഇപ്പം ചൂടുവെള്ളം വെച്ചതേ ഉള്ളൂ, കുറച്ചു നേരം ഇരിക്കട്ടെ. അതെടുക്കല്ലേ ഹോട്ട് ബാഗ്. വീണ്ടും ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നുള്ള ഓർമ്മകളിലേക്ക് പോവുകയാണ്. അതായത് വീട്ടിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഹോട്ട് ബാഗൊന്നും അപ്പോൾ വയ്ക്കൂല കേട്ടോ, പക്ഷേ കിടക്കാമല്ലോ, അങ്ങനെ കിടക്കാം. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് നല്ല വയറുവേദന ഉണ്ടെങ്കിൽ ഹോട്ട് ബാഗെങ്കിലും വെച്ച് കുറച്ച് ചൂട് കിട്ടി അത്രയും ആശ്വാസമെന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലും ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും എമ്രുവിനെയും കൂടെ എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവനെയും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പഴയതുപോലെ ഹോളിലോട്ട് തിരിച്ചു പോകും. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് തന്നെ റൂമിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം എമ്രുവിന് നല്ല രീതിയിൽ ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ സ്കിൻ കെയർ ഡ്യൂട്ടി മോർണിംഗ് ഉറക്കെഴുന്നേറ്റപ്പോൾ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ വന്ന് ഇവിടെ നിന്നപ്പോൾ നല്ല അടിപൊളി കാഴ്ച, 2 ലവ് ബേർഡ്സ് എന്ന് 2 കപ്പിൾസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയും കണ്ടിട്ട് കണി കണ്ടുകൊണ്ട് ഇനി നമ്മൾ അടുത്ത സ്കിൻ കെയറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ടാൻ റിമൂവലിന് ആവശ്യമായിട്ടുള്ള ഒരു മാസ്ക് പോലെ അതാണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇത് മുഖത്തിടാനുള്ളതാ. ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും എൻ്റെ വീട്ടിൽ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ഒരു മാസ്കാണ്. കാരണം എനിക്ക് ഭയങ്കര ടാനാണ്. ഞാൻ എപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയാലും മതി, വെയിലില്ലെങ്കിൽ പോലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫേസൊക്കെ കൂടെ അങ്ങ് കരിഞ്ഞ് ഒരുമാതിരിയായിപ്പോൾ ഫുൾ പെട്ടെന്ന് ടാൻ അടിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മാസ്ക് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ കടലമാവും തൈരും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാൻ ഇടുന്നുള്ളൂ, കാരണം എനിക്ക് അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയാണ് ഫാൻ എടുത്ത് ഞാൻ ഉണക്കുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇട്ടു, കാരണം ഇവനും കൂടെ ഉള്ളത് കാരണം ഒരുപാട് നേരം
കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ട എൻ്റെ ഫേസിൽ കണ്ടില്ലേ നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് എന്തൊരു മാസ്ക് ഇട്ടാലും നമുക്ക് പെട്ടെന്ന് ഒരു നാച്ചുറൽ ഇടുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. ആദ്യം ഒന്ന് നല്ല വെളുത്തിരിക്കുന്ന പോലെ തോന്നും, പിന്നീട് അത് മാറും. അപ്പോൾ ഈ ഒരു സാധനം ഞാനിപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടെന്നല്ല, ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി മാസ്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ ഉണ്ടെങ്കിൽ മഞ്ഞളും കൂടെ, പച്ചമഞ്ഞളൊക്കെ ഇല്ലേ അതിടാം. സാധാ മഞ്ഞൾ നിങ്ങൾ യൂസ് ചെയ്യരുത്, ചിലർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഏതോ ഒരു ഡോക്ടറോ ഡെർമറ്റോളജിസ്റ്റ് എന്തോ പറയുന്നത് കേട്ടി, ഈ മഞ്ഞപ്പൊടി സാധാ മഞ്ഞപ്പൊടി ഇടരുതെന്ന്. അപ്പോൾ അതൊക്കെ ഇട്ട് കണ്ട എൻ്റെ ഗ്ലോ ഉണ്ടില്ലേ ഫേസിൽ, പിന്നെ വെയിലും കൂടെ അടിക്കുന്നുണ്ടാണ് ഇത്രയും ഗ്ലോ. അപ്പോൾ ആദ്യം നല്ല ഗ്ലോ ആയിരിക്കും, പിന്നെ ഇത് മങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവേ. അപ്പോൾ ഞാൻ ഈ ഒരു മാസ്ക് കിട്ടിയതിന് ശേഷം എമ്രുൻ അവിടെ ചെയറിലെത്തിയിട്ട് വേഗം ചെന്നൊന്ന് ഫ്രഷായി. ഞാൻ പറഞ്ഞില്ലേ പീരീഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രഷ് ആവാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഒരു റോൾ ഓൺ ഒക്കെ തേക്കുന്നുണ്ട്. അണ്ടർ ആം റോൾ ഓൺ ആണ് ഇത്. നമ്മുടെ കാർമസിയുടെ അണ്ടർ ആമിലിടുന്ന ഒരു റോൾ ഓൺ ആണ്. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു 1 to 2 വീക്സ് ഇടുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫേസിൽ കുറച്ചൊന്ന് കലാപരിപാടികൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ വയ്യെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഒന്നും മാറ്റണ്ട. അപ്പോൾ ഞാൻ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്, കാരണം ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ ഒരു സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ഞാൻ പുറത്തൊന്നും ഇപ്പോൾ പോകുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനിടുന്ന സൺസ്ക്രീൻ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി സൺസ്ക്രീനാണ്. ഇത് എനിക്കൊരു സ്കിൻ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ് ആണ് കേട്ടോ. കുറച്ചൊന്ന് കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ ഒരു 800 സംതിങ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്ലൈസോളിഡ് എന്ന് പറയുന്ന ഒരു ബോഡി ലോഷനാണ് ഞാൻ എൻ്റെ ബോഡി തേക്കുന്നത്. ഇത് തേക്കുന്ന സമയത്ത് കണ്ടില്ലേ കയ്യിലൊക്കെ നല്ലപോലെ ഇങ്ങനെ പറ്റിയിരിക്കും കേട്ടോ. പക്ഷേ കുറേ നേരം ഒന്ന് തേച്ച് പിടിപ്പിച്ച അടിപൊളി സാധനമാണ് ഇത്. ഞാൻ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ഗ്ലൈസോളിൻ്റെ ഒരു ക്രീമുണ്ട്, നിവ്യ, ഇപ്പോൾ ഞാൻ കാണിച്ചില്ല നിവ്യ, അതിൻ്റെ ഒരു ക്രീം ബോക്സ്, അതുപോലൊരു ബോക്സിൽ വരുന്ന ക്രീമാണ്. അങ്ങനെ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഗൾഫിൽ വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി തേയില ഇട്ട് തരാൻ ഉമ്മയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വേദനയ്ക്ക് കുറച്ചൊന്ന് ശമനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചി തേയില അടിപൊളിയായിട്ട് ഇട്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ഇനി ഒന്ന് കിടക്കാൻ പോകണം, കാരണം എമ്രുവിന് ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങിയത് കാരണം എനിക്കും ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഇഞ്ചി തേയിലായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫോണിൽ വേറെ നല്ല കീറ്റ കൊണ്ടുവന്ന ആപ്പ് ഇപ്പോഴും ഓർഡർ ചെയ്ത ആപ്പ് ഇപ്പോഴും ഓണായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ റേറ്റിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾക്കൊരു 5 സ്റ്റാർ റേറ്റിംഗ് അങ്ങ് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇനി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഒന്ന് സിക്ക് ഡേ ആണെങ്കിൽ പോലും ഞാൻ പറ്റിയ രീതിയിൽ ഇന്നൊന്ന് വ്ളോഗും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിക്ക് ഡേ കല്യാണത്തിന് മുന്നേ എങ്ങനെയാണെന്നും കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം എങ്ങനെയാണെന്നും കൂടെ കോമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.